ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദുൻ ഫഅർസൽനാ അലൈഹിം റീഹ വജുനൂദൻ ലം തറൗഹ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കണത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളാണ് വിളിക്കണത് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു, ഈമാൻ എന്ന വിശേഷണം പേറിയ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. ആ വിളി കേട്ടാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒന്നുകിൽ ഒരു കൽപ്പന അതിനുശേഷം ഉണ്ടാകും, ആ കൽപ്പനയ്ക്ക് കാതോർക്കാൻ റെഡിയാവുക, അല്ലെങ്കിൽ ഒരു വിരോധമായിരിക്കും, കൽപ്പിക്കാൻ അല്ലെങ്കിൽ വിരോധിക്കാൻ. ചിലപ്പോൾ കൽപ്പന നേരിട്ട് ഇതേപോലെ ഉസ്കുറു എന്നായിരിക്കും, ചിലപ്പം കൽപ്പന നേരിട്ടായിക്കൊള്ളുന്നില്ല, അതേപോലെ തന്നെ വിരോധവും. ഏതായാലും യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകിൽ കൽപ്പിക്കാനാണ് അല്ലെങ്കിൽ വിരോധിക്കാനാണ്. ഇവിടെ ഉസ്കുറു എന്തിനാ? കൽപ്പിക്കാനാണ്. വിശുദ്ധ ഖുർആനിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനു അല്ലേ? എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനു? 89 തവണ. അതിലെല്ലാ തവണയും ആയത്തിൻ്റെ തുടക്കത്തിലാണ്. യാ അയ്യുഹല്ലദീന ആമനു ആയത്തിൻ്റെ തുടക്കത്തിലാണ്. ഒരു തവണ ഒഴിച്ച് ഒരു തവണ മാത്രമാണ് ആയത്തിൻ്റെ നടുവിൽ യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞു. ഒരു തവണ മാത്രം. ഏതാണ് ആ തവണ? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അതേതാ? പറയും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അത് മാത്രമാണ് യാ അയ്യുഹല്ലദീന ആമനു. അലാ കുല്ലിൻ. പിന്നെ യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറു നിഅമത്തല്ലാഹ്. ഉസ്കുറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക. ഓർക്കുക. ആരെയാണ് ഓർക്കേണ്ടത്? നിഅമത്തല്ലാഹി അലൈക്കും. നിഅമത്തല്ലാഹ് അള്ളാഹുവിൻ്റെ നിഅമത്തിനെയാണ് ഓർക്കേണ്ടത്. അലൈക്കും, ആ നിഅമത്ത് അള്ളാഹുവിൽ നിന്ന് പെയ്തിറങ്ങിയത് ആർക്കാണ്? അലൈക്കും, നിങ്ങളുടെ മേലാണ്. നിങ്ങളുടെ മേലാണ്. നിഅമത്തല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലേ, എത്ര നിഅമത്താണ്? അള്ളാഹുവിൻ്റെ ഒരു നിഅമത്താണ് അവിടെ, ഒന്നിലധികം നിഅമത്ത് ഉദ്ദേശം. ഈ നിഅമത്ത് ഉണ്ടല്ലോ, ആ നിഅമത്തിൻ്റെ ബഹുവചനാണ് എന്ത്? എന്താ? നിഅം. നിഅം, നിഅമത്തുൻ, നിഅമത്ത്. നിഅം എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ. പക്ഷേ വിശുദ്ധ ഖുർആനിൽ നിഅമത്ത് അല്ലാഹ് എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. വ ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. 2 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ. ഒന്ന് സൂറത്ത് ഇബ്രാഹിമിലും മറ്റൊന്ന് സൂറത്ത് നഹ്ലിലും. വ ഇൻ തഉദ്ദു, നിങ്ങൾ എണ്ണുകയായാൽ, നിഅമത്തല്ലാഹ് അള്ളാഹിൻ്റെ നിഅമത്തിന്. ഒരു നിഅമത്താണെങ്കിൽ എങ്ങനെ എണ്ണണ്? ഓറിയൻ്റലിസ്റ്റുകൾ വിഷയം നിരൂപണ വിധേയാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ 2 തവണ പറഞ്ഞു വ ഇൻ തഉദ്ദു, നിങ്ങൾ എണ്ണുകയായാൽ. എന്ത്? നിഅമത്തല്ലാഹ് അള്ളാഹിൻ്റെ നിഅമത്തിന് എണ്ണുകയായാൽ. അപ്പോൾ ഒന്നല്ലേ ഉള്ളൂ, എണ്ണാൻ മാത്രമല്ലല്ലോ, ഒന്നല്ലേ? എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ മറുപടി അറിയാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉസ്കുറു നിഅമത്തല്ലാഹ്, അള്ളാഹിൻ്റെ നിഅമത്തിനെ നിങ്ങൾ ഓർക്കുക എന്ന്. അലൈക്കും, നിങ്ങളുടെ മേൽ. ഒരു നിഅമത്ത് 1000 നിഅമത്തുകളുടെ പേരാണ്. കണ്ടോ, ഇവിടെ ഖന്തഖ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ മദീനയിൽ അവതീർണമായ അള്ളാഹിൻ്റെ നിഅമത്തുകൾ അതെത്രയാണ്? അത് എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅമത്തുകളാണ്. പല രീതിയിലുള്ളതായ നിഅമത്തുകളാണ് അള്ളാഹുവിൽ നിന്ന് അന്നാളുകളിൽ വിശുദ്ധ മദീനയിൽ ഖന്തഖ് കിടങ്ങിൻ്റെ, ആ ഖന്തഖാകുന്ന കിടങ്ങിൻ്റെ പരിസരങ്ങളിൽ അവതീർണമായിട്ടുള്ളത്. അപ്പോൾ പിന്നെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നിയാമുകളാണ് ഉദ്ദേശം. നിയാമുകളാണ് ഉദ്ദേശം. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആപ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ആപ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹിൻ്റെ ഒരു നിയമത്താണ് അല്ലേ? ആ നിയമത്തിൽ എത്ര നിയമത്തുകളുണ്ട്? ആപ്പിളിൻ്റെ അതിലുള്ള പോഷകം, അതിലുള്ള ഭക്ഷണം, അതിലുള്ള ആപ്പിളിൻ്റേതായ ധർമ്മങ്ങൾ, ആപ്പിൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു നിയമത്തിൽ തന്നെ പിന്നെ ധാരാളം നിഅമത്തുകളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ നിഅമത്തിനെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം അള്ളാഹുവിൻ്റെ
നിഅമത്തുകളാണ്, നിഅമുകളാണ്, അനുഗ്രഹങ്ങളാണ്. ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ ഇതേപോലത്തെ പ്രയോഗങ്ങൾ പലത് കാണാം. പക്ഷെ അത് വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിലാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കതിൻ്റെ ഉദാഹരണം ഇനി ഇവിടെയും മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഇതാണ് നമ്മൾ അന്ന് ഖന്തക്കിൻ്റെ കിടങ്ങിൻ്റെ ഇത് പറഞ്ഞത്. ഇത് വിശുദ്ധ മദീന, വിശുദ്ധ മദീനയിൽ മസ്ജിദ് നബവി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്, മദീനത്തെ പള്ളി. മസ്ജിദ് നബവിയുടെ ഖിബ്ലയുടെ ഭാഗം ഇങ്ങോട്ട് തെക്കിലേക്ക്, മസ്ജിദ് നബവിയുടെ ബാക്ക് ഭാഗം വടക്ക് ഇങ്ങോട്ട്. നമ്മൾ പിന്നെ മസ്ജിദ് നബവിയിൽ നിന്ന് ഇന്ന് ബാബുൽ മലിക് ഫഹദിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഉഹുദ് മല. ഈ വടക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ജബലു സല മല. കുറേ ചരിത്രങ്ങളുള്ള വലിയ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ ഭാഗം. ഈ സലഇൻ്റെ അപ്പുറം വടക്ക് ഉണ്ടല്ലോ, ഇതാണ് ഹറത്ത് വാക്കം, ഇതാണ് ഹറത്തുൽ വബറ. നമ്മൾ പറഞ്ഞു ഈ രണ്ട് ഹറകളിൽ നിന്നാണ് ഇതിനെ മൂട്ടിക്കൊണ്ടാണ്, ഏച്ചുകൊണ്ടാണ് കിടങ്ങ് വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധനാളിൽ വിശുദ്ധ മദീനയിലും ഈ കിടങ്ങിൻ്റെ പരിസരങ്ങളിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടങ്ങ് കുഴിക്കാൻ നേതൃത്വം നൽകിയത് സലഇൻ്റെ ഈ കിഴക്ക് ഭാഗത്ത് നിന്നിട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കിടങ്ങ് കീറിയിട്ട് പിന്നെ യുദ്ധത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഈ ഭാഗത്താണ് നിന്നത്. ഈ ഭാഗത്ത് നിന്നിട്ടാണ് യുദ്ധം നയിച്ചത്. ഏതായാലും അന്ന് ആളുകളിൽ ഈ പരിസരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നിഅമത്തുകൾ വിശ്വാസികൾക്ക് കനിഞ്ഞെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓർക്കാനാണ് പറയുന്നത്, ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദുൻ ഫഅർസൽനാ അലൈഹിം റീഹ. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്തിനെ നൽകിയത്? അത് ഇദ് ജാഅത്കും എന്നാണ്, ഹീന ജാഅത്കും, വഖ്ത ജാഅത്കും, നിങ്ങൾക്ക് വന്ന സമയം. ഇത് എന്ന് പറഞ്ഞാൽ വഖ്ത് സമയം, ഹീന എന്നർത്ഥം. നിങ്ങൾക്ക് വന്നപ്പോൾ, വന്ന സമയം. ആരാണ് വന്നത്? ജുനൂദുൻ സൈന്യങ്ങൾ. അതിൻ്റെ ഏകവചനം എന്താ? ജുന്ദുൻ അല്ലേ? ജുന്ദുൻ എന്ന് പറഞ്ഞാൽ സൈന്യം. സൈന്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ സൈന്യത്തിൽ കുറേ ആൾക്കൂട്ടല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ് ജാഅത്കും ജുന്ദുൻ, നിങ്ങൾക്ക് നേരെ സൈന്യം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈന്യത്തിന് ഒരു കമാൻഡർ ഇൻ ചീഫ് ഉണ്ടാവും, പിന്നെ പതാകവാഹകനുണ്ടാകും, പിന്നെ സൈന്യം വിവിധ വകുപ്പുകളായിട്ട് തിരിക്കും അല്ലേ. അത് ഒരാൾക്കൂട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജുന്ദുൻ ഇദ് ജാഅത്കും ജുന്ദുൻ എന്നല്ല പറഞ്ഞത്, ഇദ് ജാഅത്കും ജുനൂദുൻ എന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? സൈന്യം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ 10,000 വരുന്ന ആൾക്കൂട്ടല്ലേ അതിൻ്റെ അധിപതി. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജുന്ദുൻ, ഒരു സൈന്യം നിങ്ങൾക്ക് നേരെ വന്നു എന്ന് പറയുന്നതിന് പകരം പറഞ്ഞത് സൈന്യങ്ങൾ വന്നു എന്നാണ്, ജുനൂദുൻ എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട്? അതാണ് ജുന്തുകളുടെ ഒരു കൂട്ടമായിരുന്നു. ജുന്തുകളുടെ ഒരു കൂട്ടം ജുന്തുകളാണ് വന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഖുറൈശികൾ അല്ലേ വന്നു. ഖുറൈശികളുടെ കൂടെ കിനാന ഉണ്ടായിരുന്നു, ബനൂ കിനാന. അതേപോലെ തന്നെ ഖുറൈശികളുടെ അഹാബീഷ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ ക്ലാസ് നിർബന്ധമായിട്ട് കേൾക്കണം, എന്നെങ്കിലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളിത് ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഖുറൈശികൾ ഒരു സൈന്യമാണ്, അതിൽ 2 സൈന്യങ്ങൾ ബനൂ കിനാന ഉണ്ട്, അതേപോലെ തന്നെ അഹാബീഷും ഉണ്ട്. അതൊക്കെ നമ്മൾ എന്താണ് കിനാന, എന്താണ് അഹാബീഷൊക്കെ പറഞ്ഞാണ്. പിന്നെ മറ്റൊരു സൈന്യമാണ് ആര്? ഗത്ഫാൻ. ഖുറൈശികളല്ലാതെ മറ്റൊരു അറേബ്യൻ വലിയ ഗോത്രമാണ്, തറവാടാണ് ഗത്ഫാൻ. ഇവരൊക്കെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരയിൽ അദ്നാനികളാണ്. നമ്മളത് പറഞ്ഞു പോയിട്ടുണ്ട്. ഖുറൈശികളും ഗത്ഫാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിയുക്തമായപ്പോൾ ഗത്ഫാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ഇറങ്ങിയില്ല. ഇവരൊക്കെ അന്ന് മുശ്രിക്കുകളാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ആര് വന്നിട്ടില്ല? ഗത്ഫാനികൾ വന്നില്ല. ഒന്ന്, ഇവർ മക്കൾക്ക് പുറത്താണ്, മനസ്സിലായി. മദീനയുടെ പിന്നെ കിഴക്ക്, മദീനയുടെ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത് ഗത്ഫാനികളുള്ളത്. ഖുറൈശികൾ
മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്ന് ആളുകളിൽ എതിരിട്ടത്. കാരണം എന്താ? അറബി ഗോത്രങ്ങളൊക്കെ പറഞ്ഞത് ഖുറൈശികൾക്ക് ബാധകമായ പ്രശ്നമാണ്, അത് ഓല് നോക്കിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ ബദറിൽ ഖുറൈശികൾ പരാജയപ്പെട്ട് പിന്നെ ഇസ്ലാമിക പ്രചരണം ശക്തമായി. അത് മക്ക വിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഇവരെ കൊണർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജറയ്ക്ക് ശേഷം പിന്നീട് ഇവരെന്ത് ചെയ്തു? എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ എഴുന്നേൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിജറയുടെ അഞ്ചിൽ ആദ്യം ബനുൽ മുസ്തലഖ് യുദ്ധം നടന്നു. അതേപോലെ തന്നെ ദൗമത്ത് ജന്തൽ യുദ്ധം നടന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഖന്തഖ് നടന്നു. വേറെ യുദ്ധം നടന്നിട്ടുണ്ട് ഈ ഹിജറയുടെ 5-ൽ. ഒരു വർഷം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല യുദ്ധങ്ങൾ നയിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ അറേബ്യൻ ഉപദ്വീപിൽ പൊന്തുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇവരൊക്കെ വരുന്നത്, ഖത്ഫാനികൾ. അതിൻ്റെ വിഷയമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞാണ്. ഈ ഖത്ഫാനിൽ പിന്നെ അതിൽ ആരുണ്ട്? ബനു സുലൈമുണ്ട്, അതേപോലെ അഷ്ജ ഉണ്ട്, അതേപോലെ ഫസാറുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. ബനു മുറുണ്ട്, അസദുണ്ട്, ബനു അസദ്, തുലൈഹ അൽ അസദി നയിച്ച ബനു അസദ്. നോക്കിയാൽ നിങ്ങൾ, ഇത് ഖത്ഫാൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ആൾക്കൂട്ടാണ്. അവരിൽ സുലൈം അവരുടെ ഉപഗോത്രമാണ്. പിന്നെ അഷ്ജ, ഫസാറ, മുറ, അസദ്, ഇങ്ങനെ ഇതൊക്കെ വേറെ വേറെ ജുന്തുകളാണ്. പിന്നെ നമ്മൾ പറഞ്ഞ് ആരാ? നദീർ ജൂതഗോത്രം, ബനു നദീർ ജൂതഗോത്രം. അവരുടെ കൂടെ പിന്നെ ആരുണ്ട്? ബനു വായിലുണ്ട്. ബനു വായിൽ നമ്മൾ പറഞ്ഞു. ഹവദ ഇബ്നു ഖൈസ് അൽ വായിലി, അബു ആമിർ അൽ വായിലി, അതേപോലെ വഹ്വഹ് ഇബ്നു വായിൽ, വഹ്വഹ് ഇവരൊക്കെ ഉണ്ട്. ആരുടെ കൂടെ? ബനു വായിലിൽ ഉണ്ട്. അപ്പോൾ നോക്കി നിങ്ങൾ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ജുനൂദുൻ എന്ന് പറഞ്ഞത്? ഒരു സൈന്യം വന്നു എന്ന് പറയാതെ സൈന്യങ്ങൾ വന്നു എന്ന് പറഞ്ഞ കാരണം ഇതാണ്. ഖുറൈശികൾ ഒരു സൈന്യമായിട്ട്, അതിൻ്റെ കീഴിൽ കിനാന, അഹാബിഷ് വേറെ വേറെ, ഖത്ഫാൻ ഉണ്ടല്ലോ മദീനയിൽ വന്നിട്ട് ഖുറൈശികൾ വന്നിറങ്ങിയത് ഇവിടെ റൂമ എന്ന് പറയും. ഉഹുദ് മലയുടെ അപ്പുറത്തല്ല, അത് കുറേ നീണ്ടതാണ്. പക്ഷേ ഉഹുദ് മലയിൽ ഇവിടെ പിന്നെ മുജ്തമഉൽ അസിയാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, റൂമയിൽ ജുറുഫിൻ്റെയും സഹബയുടെയും ഇടയിൽ റൂമ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ റൂമയിൽ അവിടെയാണ് മദീനയിൽ നിന്നുള്ള ജലപ്രവാഹങ്ങൾ വന്നിട്ട് സംഗമിക്കുക. അവിടെയാണ് ഖുറൈശികൾ വന്നിറങ്ങിയത്. ഖത്ഫാനികൾ ഉഹദിൻ്റെ ഇപ്പുറം അവിടെ സനബു നഖമി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഖത്ഫാനികൾ വന്നിറങ്ങി. ഇവരൊക്കെ വേറെ വേറെ സൈന്യമായിട്ട് തന്നെയാണ് വന്നത്. വന്ന് ഖുറൈശികൾ ഉഹദിൻ്റെ മറ്റൊരു സൈഡിൽ, ഖത്ഫാനികളും ടീമും മറ്റൊരു സൈഡിൽ ഖുറൈശികളോടൊപ്പം വരും. അതേപോലെ ബനു സുലൈമും ഇവരോടൊപ്പം വന്ന് ഖുറൈശികളോടൊപ്പം വന്ന് ഇതിൽ അവരൊക്കെ വേറെ സൈഡിൽ. ഇവരൊക്കെ വേറെ വേറെ സൈന്യമായിട്ടാണ് വന്നത്. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? ജാഅതുകും ജുനൂദുൻ എന്ന് പറഞ്ഞത്. ഒരു സൈന്യം, എതിർ സൈന്യം വന്നു എന്നല്ല, പിന്നെയോ എതിരിൽ സൈന്യങ്ങൾ വന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ജാഅതുകും ജുനൂദുൻ. നമ്മൾ പിന്നെ വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ മനസ്സിലാക്കണം. അറബി ഭാഷ മാത്രം അറിഞ്ഞാൽ പോരാ. അറബി ഭാഷ അറിയുന്നതോടൊപ്പം വിശുദ്ധ ഖുർആൻ്റെ ഒരു ഭാഷ ഉണ്ട്, അത് വേറെ തന്നെ അറിയണം. ഇപ്പോൾ നോക്കി നിങ്ങൾ, അറബി ഭാഷയിൽ ജുന്ദുൻ എന്ന് പറഞ്ഞെങ്കിൽ സൈന്യം. ശരിക്ക് ഇവിടെ പിന്നെ സൈന്യം എന്നുള്ളത് മതി ഭാഷ പ്രകാരം. പക്ഷേ അത് യഥാർത്ഥത്തിൽ ആശയം മുഴുവൻ തരൂല്ല. ഇവിടെ ജുനൂദിൻ എന്ന് തന്നെ പ്രയോഗിക്കണം. കാരണം എന്താ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ അവതരിപ്പിക്കുന്നത് ഈ ഒരു വിഷയത്തെ പുരസ്കരിച്ചിട്ടാണ്. അവിടെ വന്നത് കുറേ ജുന്തുകളാണ്. അതുകൊണ്ട് തന്നെ ജാഅത്കും ജുനൂദുൻ എന്നത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അറബി ഭാഷ മാത്രം അറിഞ്ഞാൽ പോരാ, പിന്നെയോ വിശുദ്ധ ഖുർആൻ്റെ ഭാഷ അതെന്നെ അറിയണം. അത് പഠിക്കുക തന്നെ വേണം. അറബി ഭാഷയോ എത്ര ബൃഹത്താണ്. മറ്റു ഭാഷകളെപ്പോലെയല്ല അറബി ഭാഷ, എത്രയോ ബൃഹത്തായ ഭാഷയാണ്. പല കാരണങ്ങൾ കൊണ്ടും. എല്ലാ ഭാഷകൾക്കും അതിൻ്റേതായ സവിശേഷതകളും പ്രത്യേകതകളുണ്ട്. പക്ഷേ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു വിഷയമാണ്, ബൃഹത്തായൊരു ഭാഷയാണ്. നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയും, ഇപ്പോൾ ഒരു മുടി വളർന്നിട്ട് അതിങ്ങനെ ചെവിയുടെ കുന്നി വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അറബി ഭാഷയിൽ വഫ്ര എന്ന് പറയും. ചെവിക്കുന്നിക്ക് താഴെ
ചുമലിന് മുട്ടാതെ ആയിട്ടുണ്ടെങ്കിൽ അതിന് റിമ്മ എന്ന് പറയും. റിമ്മ. അത് ചുമലിന് മുട്ടിയിട്ടുണ്ടെങ്കിൽ ലിമ്മ എന്ന് പറയും. അല്ലേ? അത് ചുമലിൽ നിന്നും താഴത്ത് പോയിട്ടുണ്ടെങ്കിൽ ജുമ്മ എന്ന് പറയും. ജുമ്മ, ലിമ്മ, റിമ്മ, പിന്നെ വഫ്ര. അല്ലേ? ഒരു മുടി നീണ്ടിട്ടുണ്ടെങ്കിൽ, മുടിൻ്റെ പേരല്ല, പിന്നെ മുടി നീണ്ടിട്ടുണ്ടെങ്കിൽ ആ നീളത്തിനനുസരിച്ച് ഉള്ള പിന്നെ പേര് വ്യത്യാസമാണ്. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കുറേ, ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, ഒരു ഭാഷാ പണ്ഡിതൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് അബുൽ അല അൽ മാരി പോയ സംഭവം. അബുൽ അല അൽ മാരിക്ക് കാഴ്ചക്ക് പരിമിതി ഉണ്ട്. അപ്പം ഇവർ ഇങ്ങനെ തപ്പി തടഞ്ഞാൽ പോണത്. അപ്പോൾ ഈ ഭാഷാ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അബുൽ അല അൽ മാരി വലിയ സാഹിത്യകാരനും കവിയൊക്കെയാണ്. പോകുമ്പോൾ ഒരാളുടെ കാൽമ തട്ടി മൂപ്പര്, കാരണം മൂപ്പർക്ക് കാഴ്ച പരിമിതി ഉണ്ട്. കാൽമ തട്ടിയപ്പോൾ അയാൾ മെൻഹാദൽ കെൽബ് എന്നെന്തോ പറഞ്ഞു. എന്താ കെൽബ് പറഞ്ഞ? കെൽബ് എന്ന് പറഞ്ഞു. അപ്പോൾ മാരി അതിനോട് പ്രതികരിച്ച എന്താ? അൽ കെൽബ് മല്ലായ ആരിഫു സബീന ഇസ്മൻ ലിൽ കെൽബ്. കെൽബ് ആരാണ് യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ കെൽബിന് 70 പേര് ഉള്ളത് അറിയാത്തവനാണ് കെൽബ് എന്ന്. കെൽബിന് ക്രമക്കുമുള്ള 70 പേരുണ്ട്. ആ പേരറിയാത്തവൻ ആരാണോ അവനാണ് കെൽബ് എന്ന് പറഞ്ഞത്. അപ്പോൾ അബുൽ അലാൽ മാരിക്ക് അറിയാം കെൽബിന് എത്ര പേരുണ്ട്? 70 പേര്. അതുകൊണ്ട് അറിയില്ല. അപ്പോൾ ആരെ കെൽബ്? അങ്ങനെ പ്രതികരിച്ചു എന്നാണ്. കെൽബിന് 70 പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൃഗത്തിന് 70 പര്യായ പദങ്ങൾ എന്നല്ല. പിന്നെയോ ഈ 70 പേരുണ്ടെങ്കിൽ ആ 70 പേരിനും ഓരോ തേട്ടുണ്ട്. ഒരു നായക്ക് 70 പേരിങ്ങനെ ഉണ്ട് എങ്കിൽ അതൊക്കെ എന്താണ്? അതിൻ്റെ ഓരോ പ്രത്യേകത പരിഗണിച്ചാണ്. ഇന്ന പേര് പറയുമ്പോൾ അതിന് ഇന്ന പ്രത്യേകത കൊണ്ടാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, സുയൂത്തി പിൽക്കാലത്ത് 5-6 നൂറ്റാണ്ടിനപ്പുറം അത്തബറി മിൻ മഅറത്തിൽ മഅരി എന്നൊരു കിതാബ് എഴുതി. അത്തബറി മിൻ മഅറത്തിൽ മഅരി, മഅരിയുടെ ആക്ഷേപത്തിൽ നിന്നുള്ള ഒഴിയൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായക്ക് 70 പേരുള്ളത് അറിയാത്തവനാണ് കെൽബ് എന്ന് പറഞ്ഞില്ലേ, അക്രമക്കുമുള്ള. അപ്പോൾ ഇമാം സുയൂത്തി എന്ത് ചെയ്ത് ആ വിഷയത്തിൽ കിതാബ് എഴുതി, നായൻ്റെ 70 പേരുകൾ ക്രോഡീകരിച്ച്. അതെന്തിനാണ് എഴുതിയത്? ഈ മാരി പറഞ്ഞതിൽ നിന്ന് മൂപ്പര് ഒഴിവാകാനാണ്. എനിക്കിതറിയാം, ഞാനിതിൽ രചന നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മൂപ്പര് പിന്നെ അറിയിക്കാൻ അവിടെ. അത് ഏതായാലും അവിടെ നമ്മുടെ വിഷയം ആ ഒരു ഭാഷ കൗതുകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബി ഭാഷേൻ്റെ ഒരു വിശാലതയും വൈപുല്യം ഇതേപോലെ ഓരോ അറബി ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നിർത്താത്ത രീതിയിൽ കുറേ വിഷയങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ഈ അറബി ഭാഷയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. അത് ലിസാനിൻ അറബിയിൻ മുബീൻ. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ എന്തുണ്ട്? വിശുദ്ധ ഖുർആൻ്റേതായൊരു ഭാഷയുണ്ട്. ഒരാൾ തൻ്റെ കൂട്ടുകാരോട്, കുടുംബത്തോട്, ജോലിയിൽ, അതേപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ പെരുമാറുമ്പോൾ അറബി ഭാഷയിൽ അയാൾ പെടുവാണ്. അറബി ഭാഷ ഒക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ആ പ്രയോഗിക്കുന്ന, ആ പറയുന്ന ഭാഷ അത് മാത്രം പോരെ എവിടേക്ക്? വിശുദ്ധ ഖുർആനിലേക്ക്. വിശുദ്ധ ഖുർആൻ്റെ പിന്നെ ഉണ്ടല്ലോ ആ സന്ദർഭം, സാഹചര്യം, ആയത്തുകൾ അവതീർണമാകാനുള്ള അവസരം, ചരിത്രം, അവതരണ പശ്ചാത്തലം, ഇതൊക്കെ വകവെച്ചുകൊണ്ടുള്ള ഒരു എന്തുണ്ട്? ഭാഷ ഉണ്ട്. അത് പ്രത്യേകം അറിയാൻ വേണം. അതുകൊണ്ടാണ് അറബി ഭാഷ പോലും അറിയാത്തവരാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ ഖുർആനിൽ നിന്ന് നിരൂപിക്കുന്നത്. അറബി ഭാഷ അറിയില്ല, ഇനി അറബി ഭാഷ മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ, വിശുദ്ധ ഖുർആൻ്റെ ഭാഷ ഉണ്ട്. അത് ഏതുമായി ബന്ധപ്പെട്ടാണ്? ഈ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ഓരോന്ന് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടും, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളും അതേപോലെ തന്നെ ആശയങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടുമുള്ളതായ ഭാഷയാണ്. അതും കൂടി ഭാഷയോ അറിയില്ല, പിന്നെ ഇതും അറിയില്ലെങ്കിൽ പിന്നെ ഒരാൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ? അങ്ങനത്തെ ആളുകളാണെന്ന് ഖുർആൻ ആളുകൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് കാരണത്താൽ ആണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പല തെറ്റിദ്ധാരണകളും വിശുദ്ധ ഖുർആൻ്റെ പേരിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുൽ മുസ്തആൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിഅമത്തല്ലാ എന്ന് പറഞ്ഞപ്പോൾ നിരൂപിച്ച് ഒരു നിഅമത്താണ്. അതിനെങ്ങനെ എണ്ണണ്? തഅദ്ദു നിഅമത്തല്ലാ. പക്ഷേ വിശുദ്ധ ഖുർആൻ നിഅമത്തല്ലാ എന്ന് പറയുമ്പോൾ അതേതൊന്നിനെ പുരസ്കരിച്ചാണ് നിഅമത്തല്ലാ പറഞ്ഞത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശം ഒരു നിഅമത്തല്ല, പിന്നെയോ ഒരു നിഅമത്തിൽ അടങ്ങിയ പല നിഅമത്തുകളാണ് എന്നുള്ളത് മനസ്സിലാകും. പക്ഷേ വിശുദ്ധ ഖുർആൻ്റെ വിഷയങ്ങൾ പഠിക്കാൻ ആളുകൾ തയ്യാറാകണില്ല. അല്ലാഹുൽ മുസ്തആൻ. ഇദ് ജാഅത്കും ജുനൂദും, നിങ്ങൾക്ക് നേരെ ജുന്തുകൾ, സൈന്യങ്ങൾ വന്നു.
അള്ളാഹ് പറയാണ് ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹ ഫഅർസൽനാ അലൈഹിം. അപ്പോൾ ഫ എന്ന് പറഞ്ഞാൽ ആ സൈന്യങ്ങൾ വന്നപ്പോൾ ഫഉൽ ഫസീഹ എന്ന് പറയും. ഇങ്ങനെയുള്ള ഈ ഒരു സൈന്യങ്ങൾ വന്നപ്പോൾ അർസൽന അലൈഹിം, അർസൽന അലൈഹിം, ശരിക്കും അർസല ഇല, അങ്ങനെ പറയാം, അർസല ഇല, അയച്ചു എന്നുള്ളതിന് അർസല ഇല എന്നാ പറയാം. ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ, നിങ്ങളിലേക്ക് നാം അയച്ചു. ഇതെന്താ പ്രയോഗിച്ചത്? അർസൽന അലൈഹിം, അവരുടെ മേൽ അയച്ചു എന്നാണ്. അപ്പോൾ എവിടുന്ന് അയച്ചത്? എവിടുന്ന് അയച്ചത്? ആ മുകളിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചത്, അവർക്ക് മേൽ, മുകളിൽ നിന്ന് അവരുടെ മേൽ അയച്ചു. ഇവിടുന്ന് ആളുകളിൽ നിന്ന് ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ഒരാളിലേക്ക് അങ്ങനെയല്ല അയച്ചത്. ഇത് അവിടുന്ന് മുകളിൽ നിന്ന് അങ്ങോട്ട് അയച്ചത്. അതുകൊണ്ടാണ് അർസൽന അല, അവരുടെ മേൽ അയച്ചു. അപ്പോൾ ഇത് മുകളിൽ നിന്ന് വന്ന പ്രത്യേകം ഒരു വിഷയമാണ്. അർസൽന അലൈഹിം, അവരുടെ മേൽ അയച്ചു. എന്തിനാണ് അയച്ചത്? റീഹൻ, റീഹൻ കാറ്റിനെ. അവിടെ റീഹൻ എന്ന് പറഞ്ഞിട്ട് തൻവീൻ, ആ തൻവീൻ അത് തഅ്ളീമിൻ്റെയും അതേപോലെ തന്നെ തഫ്ഹീമിൻ്റെയും ഒക്കെ തൻവീൻ എന്നതിന് പറയാം. വല്ലാത്തൊരു കാറ്റാണ്, വല്ലാത്തൊരു കാറ്റ്, കൊടിയ ഒരു കാറ്റാണ് അയച്ചത്. ഫഅർസൽനാ അലൈഹിം റീഹൻ. ഹദീസിൽ കാണാം, നമ്മൾ ഈ ഖന്തക്കിൻ്റെ ചരിത്രം ഉണ്ടല്ലോ, ആ ആദ്യത്തെ ക്ലാസ് കേട്ടിട്ട് വേണം ഇവിടേക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ. ശരിക്കും ഈ കാറ്റ് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഫഅർസൽനാ അലൈഹിം റീഹൻ, ആ കാറ്റിൻ്റെ പേര് അസ്സബ എന്നാണ്. അസ്സബ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാറ്റുകളുടെ ഇനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സബ എങ്ങാണ്ടെടുത്തപ്പോൾ. ഇത് സബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നുസിർതു ബിസ്സബ, സബ കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു. വ ഉഹ്ലികത ആദും ബിദ്ദുബുർ, അല്ലെങ്കിൽ ബിദ്ദബൂർ, ദബൂർ, ആദു ഗോത്രം ദബൂർ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ദബൂറും സബയും രണ്ട് കാറ്റുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ കാറ്റ് ഇവിടെ അതേതാണ്? സബയാണ്. നുസിർതു ബിസ്സബ, സബ കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു എന്നാണ്. അത് ഖന്തക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ശത്രുക്കൾക്ക് നേരെ വന്ന കാറ്റുമാണ്. ഇത് കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്കാണ് അടിച്ചു വീശുക, സബ. അതാണ് ഇവിടെ വന്ന കാറ്റ്. വ ഉഹ്ലികത്ത് ആദും ബിദ്ദബൂർ, ദബൂർ കൊണ്ടാണ് ആദ് ഗോത്രം നശിപ്പിക്കപ്പെട്ടത്. ദബൂർ അത് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്കാണ് വീശുക. ഈ കാറ്റാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. വ അമ്മ ആദും ഫ ഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയത്തിൻ സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമ ഫദറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. റീഹിൻ സർസറിൻ ആതിയത്തിൻ, രൂക്ഷമായ അതിശൈത്യമുള്ള കാറ്റായിരുന്നു ദബൂർ. സബ്അ ലയാൽ, 7 രാവുകൾ, വസമാനിയത അയ്യാം, 8 പകലുകൾ അടിച്ചു വീശി എന്നാണ്. ഒന്നാലോചിച്ച് നോക്കി, 10 മിനിറ്റ് അടിച്ചു വീശിയിട്ടുണ്ടെങ്കിൽ എന്താ പോലെ, അത് 7 രാവും 8 പകലും. അതാണ് ദബൂർ, അതാണ് ആദ് ഗോത്രം. അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ ഉള്ളിൽ നിന്ന് ചോറൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഈത്തപ്പൻ്റെ മുട്ടി നോക്കി, അത് മറിഞ്ഞു വീണതുപോലെ വീണു എന്നാണ് അവർ, ഒരാൾ ശേഷിക്കാത്ത വിധം. അദ്ദബൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായമായി വർത്തിച്ച ഈ കാറ്റ്, ഫഅർസൽനാ അലൈഹിം റീഹൻ എന്നത് അതാരാണ്? സബയാണ്. ഈ കാറ്റാണ് എവിടേക്ക് വന്നത്? ഖന്തക്കിൻ്റെ പരിസരത്തേക്ക് വന്നത്, ഈ ഭാഗത്തേക്ക് വന്നത്. ഇവിടെയായിരുന്നു ഈ അഹ്സാബ് സഖ്യകക്ഷികൾ, അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ 10,000 സഖ്യസേന ഉണ്ടല്ലോ, ഇർജാഅത്കും ജുനൂദൻ, അവരുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ദുആ ചെയ്തു, ഖന്തക്കിൽ വെച്ച്, അല്ലാഹുമ്മ ഹാസിമൽ അഹ്സാബ് സരീഅൽ ഹിസാബ് ഇഹ്സിംഹും അല്ലാഹുമ്മ ഹ്സിംഹും വസൽസിൽഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുമ്മ ഹാസിമൽ അഹ്സാബ്, സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തുന്ന അല്ലാഹുവേ, സരീഅൽ ഹിസാബ്, വേഗത്തിൽ കണക്ക് നോക്കുന്ന അല്ലാഹുവേ, ഇഹ്സിംഹും, നീ ഇവരെ പരാജയപ്പെടുത്തണമേ, ഇഹ്സിംഹും വസൽസിൽഹും, നീ അവരെ കിടിലം കൊള്ളിക്കണമേ, പരാജയപ്പെടുത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയാണ്, സലൈൻ്റെ ഈ ഭാഗത്താണ്. സഹാബികൾ വന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, പിന്നെ സഹാബികൾ പറയാണ്, യാ റസൂലല്ലാഹ് ഖദ് ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ. എന്താ ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ? കൽബുകൾ, ഹനാജിർ, ഹഞ്ചറകളിലേക്ക് എത്തിയിട്ടുണ്ട്. കൽബുകൾ
അതിൻ്റെ നില തെറ്റി ഉയർന്ന് ഹഞ്ചറകളിലേക്ക് എത്തിയിട്ടുണ്ട്, കഴുത്തിലേക്ക് എത്തിയിട്ടുണ്ട് പേടി കാരണത്താൽ. സഹാബികൾ പറയാണ്, യാ റസൂലല്ലാ ഖദ് ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ഹഞ്ചറകളിലേക്ക് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചൊല്ലേണ്ടതുണ്ടോ ദുആ ചെയ്യേണ്ടതുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വആമിൻ റൗആത്തിന എന്ന് ദുആ ചെയ്യൂ എന്ന് പറഞ്ഞു. അത് പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മ എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഉസ്തുർ ഔറാത്തിന വആമിൻ റൗആത്തിന, ഇതാണ് അവരോട് ദുആ ചെയ്യാൻ പറഞ്ഞത്. സഹാബികളോട് പറഞ്ഞ് നിങ്ങൾ ഈ ദുആ ചെയ്യും, അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വആമിൻ റൗആത്തിന. അപ്പോൾ സഹാബികളെല്ലാവരും ഈ മലയുടെ ചെരുവിൽ നിർവഹിച്ച ദുആയാണിത്, അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വആമിൻ റൗആത്തിന. അപ്പോൾ സഹാബികൾ പറയാണ്, ഫദറബല്ലാഹു വുജൂഹഹും ബിർരീഹ് വഹസമഹും ബിർരീഹ്. എന്താ ഫദറബല്ലാ, അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ചു, വുജൂഹഹും ശത്രുക്കളുടെ മുഖങ്ങളെ, ബിർരീഹ് കാറ്റുകൊണ്ട്. എന്താ അവരുടെ മുഖത്ത് കാറ്റിൻ്റെ അടിയേറ്റു. വഹസമഹും ബിർരീഹ്, കാറ്റുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തോൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് ഈ കിടങ്ങിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച്. എന്താ അതാണ് എന്ത് ഫഅർസൽന അലൈഹിം റീഹൻ. അത് വല്ലാത്തൊരു കാറ്റായിരുന്നു. അത് നോക്കി അവരുടെ മുഖം നോക്കി തച്ചു എന്നാണ്, പിന്നെ അവരെ തോൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. അതാണ് അസ്വിബ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ കാറ്റ്. അതാണ് ഫഅർസൽന അലൈഹിം റീഹൻ. ആ കാറ്റ് ഒരു സാധാരണ കാറ്റല്ല. ആ കാറ്റ് ഫഅർസൽന അലൈഹിം, മുകളിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്, അവരുടെ മേൽ അള്ളാഹു അയച്ച കാറ്റാണ്. അത് റീഹൻ, അത് വല്ലാത്തൊരു കാറ്റായിരുന്നു. ആ കാറ്റാണ് അവരുടെ മുഖങ്ങളടിച്ച്. അതുകൊണ്ടാണ് അബൂ സുഫിയാൻ പറയുന്നത്, അബൂ സുഫിയാൻ കുറ്റിയും പറിച്ച് പോവുകയാണ്. അബൂ സുഫിയാനാണല്ലോ ഇവരുടെ നേതാവ്. അബൂ സുഫിയാൻ പറയാണ്, ഈ സൈന്യങ്ങളോട് പറയാണ്, യാ ഖൗം ഖദ് ഹലക്കത്തിൽ ഖുറാഉ. ഹലക്കത്തിൽ ഖുറ എന്ന് പറഞ്ഞാൽ കുതിരകളും ഒട്ടകങ്ങളും തീർന്നു, നശിച്ചു. അഖ്ലഫത്ന ബനു ഖുറൈദ നമ്മളോട് എതിരായി. ബനു ഖുറൈദനെ കുറിച്ച് നമുക്ക് ഒരു ദിവസം അതന്നെ പറയാനുണ്ട്, ഇതേപോലെ ഇൻഷാ അല്ലാഹ് അത് പറയാം. കാരണം ബനു ഖുറൈദയിലെ ആളുകളെ കൊന്നല്ലോ. അപ്പോൾ ഇന്നൊരു വിഷയമാണ്. അപ്പോൾ അത് നമുക്കൊരു വിഷയമായിട്ട് തന്നെ ഇതിൽ പറയാം. കാരണം ഇവിടെ വരും, നമുക്ക് ആവശ്യം വരും. ബനു ഖുറൈദ അബൂ സുഫിയാൻ പറയും നമുക്കെതിരായി. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുകയാണ്, വഹാദർ റീഹ്, ഈ കാറ്റ്. ഏത് കാറ്റ്? കാറ്റ് പറയാം, ലാ തത്മഇന്നു ലനാ ഖീദറൻ വല തുഖീമു ലനാ നാറൻ. ഒരു കലം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറച്ച് നിൽക്കണില്ല. ഒരു വെള്ളം ചൂട, കൊടിയ തണുപ്പാണ്. മദീനത്താണിത്, മക്കത്തല്ല, മക്കാർ മദീനത്ത് വന്നതല്ലേ, ഖന്തക്കിൻ്റെ പരിസരത്താണുള്ളത്. കൊടിയ തണുപ്പാണ്, ശൈത്യം മുറ്റിയ കാറ്റാണ്. ഒരു വെള്ളം തിളപ്പിക്കണ്ടേ, അതിന് ലാ തത്മഇന്നു ലനാ ഖിദ്റുൻ, ഒരു കലം തീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറച്ച് നിൽക്കണില്ല. അതേപോലെ തന്നെ വല തഖൂമു ലനാ നാറുൻ, തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ തീ കത്തണില്ല, കാരണം കാറ്റാണ്. പിന്നെ വല തസ്തഖീമു ലനാ ഔ യസ്തഖീമു ലനാ ബിനാഉൻ, ടെൻ്റൊന്നും നിൽക്കണില്ല. ടെൻറ്റിൻ്റെ തൂണ് കടപഴകണ്, അതിൻ്റെ കെട്ടുകയറ്, അതേപോലെ തന്നെ അതിൻ്റെ ആണി ഔത്താദും, അതേപോലെ തനബും, ഇതൊക്കെ പറഞ്ഞു പോവുകയാണ് കാറ്റിൽ. അതുകൊണ്ട് ഈ മദീന നമുക്ക് ലൈസലനാ ദാറു മുഖാമിൻ, ഇത് നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല. അതുകൊണ്ട് ഫർത്തഹിലു അന മുർത്തഹിലുൻ, ഫർത്തഹിലു, യാത്രക്ക് ഒരുങ്ങിക്കോളി, അന മുർത്തഹിലു, ഞാൻ പോവാണ്. ആരായി പറയുന്നത്? അബൂ സുഫിയാൻ, കമാൻഡർ ഇൻ ചീഫ്, അഹ്സാബിൻ്റെ കമാൻഡറാണ് പറയുന്നത്, കമാൻഡർ ഇൻ ചീഫാണ് പറയുന്നത്. സർവ്വസൈന്യാധിപനാണ് പറയുന്നത്, അബൂ സുഫിയാനാണ് പറയുന്നത്. ഈ കാറ്റ്, ആ കാറ്റ് കാരണത്താൽ തീ കത്തണില്ല, കല അടുപ്പത്ത് നിൽക്കണില്ല, ഒരു കലം വെച്ചാൽ. പിന്നെ ടെൻറ്റ് മുഴുവൻ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്, നിങ്ങൾ പോന്നോളിയുമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫർത്തഹിലു അന മുർത്തഹിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അബൂ സുഫിയാൻ തൻ്റെ ഒട്ടകപ്പുറത്ത് ചാടി കയറിയിട്ട് അതിനെ 3 പ്രാവശ്യം കുലുക്കിയിട്ട് ഒരൊറ്റ പോക്ക് പോയി എന്നാണ്. അപ്പോൾ നേതാവ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, നേതാവിൻ്റെ ഹാൽ അതാണ് എങ്കിൽ പ്രജകളുടെ ഹാൽ എന്തായിരിക്കും? സൈന്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അത്രമേൽ ഈ കാറ്റ് ഖന്തഖ് യുദ്ധത്തിൽ ചലനം സൃഷ്ടിച്ചു, പ്രശ്നം ഉണ്ടാക്കി. മനസ്സിലായി? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅർസൽനാ അലൈഹിം റീഹൻ,
എന്ന് പറഞ്ഞത്. സഹാബികൾ പറയാണ്, ഞങ്ങൾ അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വ ആമിൻ റൂആത്തിന എന്ന് ദുആ ചെയ്തപ്പോൾ കാറ്റ് അവരുടെ മുഖങ്ങളെ തച്ചു അവരെ തോൽപ്പിക്കുകയും ചെയ്തു എന്ന്. അതാണ് ഖന്തക്കിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ കാറ്റിനെ മനസ്സിലാക്കേണ്ടത്. ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദുൻ ഫഅർസൽനാ അലൈഹിം റീഹ. ഇനി വജുനൂദൻ ലം തറൗഹ, വജുനൂദൻ എന്താ? ഫഅർസൽനാ അലൈഹിം റീഹൻ, റീഹിനെ അവരുടെ മേലെ അയച്ചു. വജുനൂദൻ ജുന്തുകളെയും സൈന്യങ്ങളെയും അയച്ചു. ലം തറൗഹ, ലം തറൗഹ, ആ സൈന്യങ്ങളെ ലം തറൗഹ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടില്ല. ലം തറൗ അവയെ നിങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെയുള്ള സൈന്യങ്ങളെ അയച്ചു എന്നാണ്. ഇവിടെയും ജുനൂദൻ എന്ന് ജുന്തുൻ ജുനൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ പടകളാണ് അയച്ചത്. അത് മുർദിഫീൻ തുടർച്ചയായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇതേപോലെ ജുനൂദൻ എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ജുനൂദ് മനുഷ്യരാണ്, ഈ ജുനൂദ് മലക്കുകളാണ്. അള്ളാഹു ഈ സൈന്യങ്ങൾക്ക് നേരെ അവർക്ക് മേൽ അയച്ചു ജുനൂദൻ സൈന്യങ്ങളെ, അത് മലക്കുകളെ. ആ മലക്കുകൾ അവരെക്കുറിച്ച് പറയുന്നത് ലം തറൗഹ, നിങ്ങൾ അവയെ കണ്ടിട്ടില്ല, അവരെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ കാണാത്ത സൈന്യങ്ങൾ എന്നാണ് മലക്കുകളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ കടങ്ങിൻ്റെ പരിസരങ്ങളിൽ ആരിറങ്ങിയിട്ടുണ്ട്? മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവർ വിശ്വാസികളെ സഹായിക്കുകയും ഈ സഖ്യസേനയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്, പണിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വജുനൂദൻ ലം തറൗഹ. ഈ ഒരു ലം തറൗഹ പ്രയോഗം ഞാൻ അവിടെ വരച്ചത് നമ്മൾ പ്രത്യേകം ഒരു മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ് ഇന്നത്തെ കാലത്ത്. എവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സൈന്യങ്ങളെ അയച്ചു എന്ന് പറഞ്ഞത്? വേറെ 2 സ്ഥലത്ത്. ബദറിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയാണ്, ബദറിൽ. പക്ഷേ ബദറിൽ അയച്ച സൈന്യത്തെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നീ മഅകും ഫസബ്ബിതുൽ ലദീന ആമനു സഉൽഖി ഫി ഖുലൂബിൽ ലദീന കഫറു റുഅബ ഫദ്രിബു ഫൗഖൽ അനാഖി വദ്രിബു മിൻഹും കുല്ല ബനാന എന്നാണ്. അവിടെ ലം തറൗഹ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക, മലക്കുകൾക്ക് അള്ളാഹു വഹി നൽകി അന്നീ മഅകും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഫസബ്ബിതുൽ ലദീന ആമനു, നിങ്ങൾ വിശ്വാസികൾക്ക് സ്ഥൈര്യം നൽകണം. സഉൽഖി ഫി ഖുലൂബിൽ ലദീന കഫറു റുഅബ, അവിശ്വസിച്ചവരുടെ കൽബിൽ ഞാൻ ഭീതി ഇട്ടുകൊടുക്കും. ഫദ്രിബു ഫൗഖൽ അനാബി വദ്രിബു മിൻഹും കുല്ല ബനാൻ എന്നാണ്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല വെട്ടാൻ പറഞ്ഞു. മലക്കുകൾ വന്നിട്ടുണ്ട്, ബദറിൽ മലക്കുകൾ വന്നിട്ട് ആളുകൾ കണ്ടിട്ടില്ല. ചില സമയങ്ങൾ ഒഴിച്ച് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അത് മലക്കായിരുന്നു എന്നൊക്കെ അറിയുന്നത്. ഹുനൈനിൽ അള്ളാഹു ഇറക്കിയ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വജുനൂദൻ ലം തറൂഹ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലം തറൂഹ നിങ്ങൾ കണ്ടിട്ടില്ല. അതെവിടെ? വയൗമ ഹുനൈനിൻ ഇത് ആജബത്കും അൻഫുസുക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വയൗമ ഹുനൈനിൻ ഇത് ആജബത്കും അൻഫുസുക്കും ഫദാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ വഅൻസല ജുനൂദൻ ലം തറൗഹ വഅൻസല ജുനൂദൻ ലം തറൗഹ. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സൈന്യങ്ങളെ അയച്ചു എന്ന് പറയുന്നത്. എവിടെ? ഹുനൈനിൽ. വഅൻസല ജുനൂദൻ ലം തറൗഹ അവിടെ അങ്ങനെ പറഞ്ഞു. ഇതേപോലെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സൈന്യങ്ങൾ എന്ന് പറഞ്ഞത് ഹിജ്റയുടെ സന്ദർഭത്തിലാണ്. ഹിജ്റയുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും സൗർ ഗുഹയിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറു ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها فأنزل الله നിസ്ലാസൽ മതങ്ങൾ അബൂബക്കറും സൗർ മലയുടെ മുകളിൽ സൗർ ഗുഹയിലായിരിക്കെ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി അള്ളാഹുവിൻ്റെ സമാധാനം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവതരിപ്പിച്ചു. വഅയ്യദഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തിപ്പെടുത്തി. ബിജുനൂദിൻ ലം തറൗഹ
ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സൈന്യങ്ങളെ കൊണ്ട്. അവിടെ മലക്കുകളെ നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ അങ്ങനെയുള്ള ആ സൈന്യങ്ങളെ കൊണ്ട് സഹായിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജറയുടെ വേളയിൽ സൗർ മലയുടെ മുകളിൽ വെച്ച്, അതേപോലെ ഹുനൈൻ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും ഹുനൈൻ്റെ ആ സന്ദർഭത്തിൽ, അതേപോലെ ഇവിടെ കടങ്ങി യുദ്ധത്തിൻ്റെ ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാനുണ്ട്, മലക്കുകളാകുന്ന സൈന്യങ്ങളെ കൊണ്ട് അള്ളാഹു സഹായിച്ചു, അവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മളവിടെ ഈ ലം തറൗഹ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, നമ്മളുടെ ദൃഷ്ടിയിൽ തെളിയാത്ത ഒരു സഹായം അത് നമുക്ക് നേരെ ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം അപകടമല്ല, അത് തെറ്റുമല്ല. നമ്മളുടെ ദൃഷ്ടിക്ക് അഗോചരമായിട്ടുള്ള ഒരു സഹായം അത് നമുക്ക് സൃഷ്ടികളിൽ നിന്നുണ്ടായി എന്നതിനാൽ ആ വിശ്വാസം എന്തല്ല, അത് ശിർക്കല്ല. നമ്മുടെ ദൃഷ്ടിയിൽ തെളിയാത്തതാണ് ഒരു വിഭാഗം പടപ്പുകൾ, അവരിൽ നിന്നൊരു സഹായം നമുക്ക് നേരെ ഉണ്ടായി എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, അത് വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന ഒരു വിഷയമല്ല. അങ്ങനെ ഒരു നമ്മുടെ ദൃഷ്ടിയിൽ കാണാത്ത ഒന്നിനോട് സഹായം തേടുക, സഹായം ചോദിക്കുക എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് പാടുള്ളതുമല്ല. കാരണം അത് നമ്മുടെ വിശ്വാസ വ്യതിചലനത്തിന് തന്നെ കാരണമാവും. പക്ഷേ നമുക്ക് അദൃശ്യമായിട്ടുള്ള ചില ശക്തികൾ ഇവിടെ സഹായിച്ചു എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ദീന് പറഞ്ഞൊരു വിഷയമാണത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സൈന്യങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ പ്രയോഗങ്ങൾ ഇവിടെ ഉണർത്തിയത്. അത് ഹുനൈനിൽ, അതേപോലെ ഹിജ്റയുടെ വേളയിലൊക്കെ പ്രത്യേകം അള്ളാഹു ഖന്തക്കിൻ്റെ സാഹചര്യത്തിൽ ലം തറൗഹ എന്ന് തന്നെ പറഞ്ഞു. ബദറിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ കണ്ടിട്ടില്ല. കാരണം ബദറിൽ കണ്ടിട്ടുണ്ട്, എങ്ങനെ മലക്കുകളെ കണ്ടിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴാണ് മലക്കാന്നുള്ളത് അവരെന്ത് ചെയ്യണത്, ബോധ്യപ്പെടുന്നത്. ചില സഹാബികൾ ചിലരെ വധിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരെ മറികടന്നാണ് എന്ത് ചെയ്യണത്, പിന്നെ ചിലർ വന്നിട്ട് എന്ത് ചെയ്യണത്, പിന്നെ മാറിക്കമർട്ട് അവരെ കൊല്ലണത്. ചിലരുടെ നിസ്ലാസംബന്ധങ്ങളില്ല, നിനക്ക് തന്നെ മലക്കുൻ ഖരീം സഹായിച്ചതാണെന്നൊക്കെ അതിനെ തുടർന്ന് പറഞ്ഞില്ലേ. അലാ കുല്ലിൻ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഫഅർസൽനാ അലൈഹിം റീഹ വജുനൂദൻ ലം തറൂഹ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. എന്താ വകാന അല്ലാഹു ആകുന്നു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ബസീറൻ. ബസീറൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നവൻ എന്നല്ല, കണ്ടറിയുന്നവൻ, കാണുന്നവൻ അറിയുന്നവൻ എന്നർത്ഥത്തിൽ ബസീറൻ ബിമാ തഅമലൂന എന്നാണ്. ബസീറൻ ബി, ഈ ബി വന്നതുകൊണ്ടാണ് ഇവിടെ അലീമൻ എന്ന അർത്ഥം കൂടിയുള്ളത്. അലീമും ബി അങ്ങനെ പ്രയോഗിക്കാം. തൈ ബസീറം ബിമാ തഅമലു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സസൂക്ഷ്മം കാണുന്നവനും അറിയുന്നവനുമായിരുന്നു എന്ന് പറയണം. അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ ഈ ഖന്തക്കിൻ്റെ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും അവർ അള്ളാഹുവിൽ നിന്നുള്ള ഈ സഹായം ഏറ്റുവാങ്ങാൻ യോഗ്യരായി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാനങ്ങൾക്കുപരിയിൽ സാക്ഷിയാവുകയാണ്. കാരണം അങ്ങനത്തെ ഒരു സന്ദർഭം സാഹചര്യമായിരുന്നു. വിശുദ്ധ മദീനയെ ഷിദ്ദത്തുൽ ജൂഉം ഷിദ്ദത്തുൽ ബർദും ഷിദ്ദത്തുൽ ഫഖറും, ദാരിദ്ര്യാവസ്ഥ അതിൻ്റെ തീവ്രതയിൽ, ശൈത്യം അതിൻ്റെ തീവ്രതയിൽ, പട്ടിണി അതിൻ്റെ തീവ്രതയിൽ വേട്ടയാടുന്നൊരു സാഹചര്യമായിരുന്നു ഈ ഖന്തക്കിൻ്റെ സാഹചര്യം. ആ സാഹചര്യത്തിലാണ് പിന്നെ ഈ 10,000 അഹ്സാബ് വരുന്നത്. ആ 10,000 അഹ്സാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഒരു പിന്നെ കായിക ശേഷി ആലോചിക്കാൻ കഴിയില്ല. കാരണം ഖുറൈശികൾ, ഈ ഗത്ഫാനികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാ മൂപ്പന്മാർ, പിന്നെ മറ്റുള്ളവർ തിഹാമ ഹബാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഇതൊക്കെ പാടെ അവരെ ഈ വിശുദ്ധ മദീനയിൽ ഉപരോധിച്ച് എതിരിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊന്നും ഈമാൻ പോലും മതിയാവുന്ന വിഷയമല്ല. അതും ഈ ഒരു സാഹചര്യത്തിൽ, അതും ഒടിയ പട്ടിണിയിൽ ഈ കിടങ്ങ് കീറിയ സമയത്ത്, അതും ഉണ്ട് നമ്മൾ വയറ്റിൽ കല്ല് കെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും എങ്ങനെയാണ് നടക്കാമെന്ന് ആലോചിക്കാൻ പറ്റില്ല. പക്ഷെ അതവിടെ സംഭവിച്ചില്ലേ. എന്നിട്ട് അവർ ഈ കിടങ്ങ് വെട്ടിക്കീറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം. അന്ന് നമ്മൾ ആ ഒരു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇവർ അൻസാറുകൾക്ക് പ്രത്യേകിച്ച് പിന്നെ മുഹാജിറുകൾക്കും വീതിച്ചു കൊടുത്ത ഓരോ ഭാഗങ്ങൾ അവർ കീറുന്ന സമയം അവർ പട്ടിണിയിൽ, അതും ഈ പ്രതലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര പിന്നെ ഇതല്ല, കല്ല് പാറ ഉള്ള ഏരിയയാണിത്. മദീനത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അതാണ് ഇവർ വെട്ടിക്കീറുന്നത്. അന്നത്തെ പരിമിതമായ ആയുധങ്ങൾ, ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവിടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കാണുമ്പോൾ
ഇങ്ങനെ ദുആ ചെയ്യണത് അല്ലാഹുമ്മ ലൗല അൻത മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന ഫഅൻസിലൻ സകീനതൻ അലൈന വബാരികിൽ അൻസാറ വൽ മുഹാജിറ, അതേപോലെ തന്നെ ഫൻസുറിൽ അൻസാറ വൽ മുഹാജിറ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണത്. അള്ളാഹുവെ മുഹാജിറുകൾ അൻസാറുകൾ അവർക്ക് വേണ്ടി അവരെ നീ അനുഗ്രഹിക്കണമേ, അവർക്ക് നീ സഹായം ചെയ്യണമേ. അതേപോലെ തന്നെ ഫർഹമിൽ അൻസാറ വൽ മുഹാജിർ, അങ്ങനെയൊക്കെ പ്രയോഗമുണ്ട്. അൻസാരികളോടും മുഹാജിറുകളോടും നീ കരുണ കാണിക്കണമേ എന്നൊക്കെ റസൂലുള്ള കവിത രൂപത്തിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് വർത്തിക്കുന്നുണ്ട് ഇവിടെ. അത് ഒന്ന് പിന്നെ അവർക്കൊരു ആവേശം ഉണ്ടാക്കാൻ, പിന്നെ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ അവർ ഈ കിടങ്ങ് കീറുമ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ തുണയെ ഉണ്ടാകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാണ്. എന്നിട്ട് പിന്നെ റസൂലുള്ള പറയുന്നത് വൈ ഇന്നൽ ഉലാ ഖദ് ബഗൗ അലൈന വൈൻ അറാദു ഫിത്നതൻ അബൈന, ഈ മുശ്രിക്കുകൾ ഞങ്ങൾക്കെതിരിൽ അക്രമവുമായി വന്നിരിക്കുകയാണ്. അവർ ഫിത്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫിത്ന ഉദ്ദേശിക്കുന്നില്ല. അബൈന എന്ന് പാടിയിട്ട് റസൂലുള്ള പിന്നെ അത് ശബ്ദം നീട്ടി ഉറക്കനെ അബൈന 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 എന്ന് ചൊല്ലി എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വരികൾ പാടിയപ്പം സഹാബികൾ അതിനോട് മറുത്ത് ഈ കിടങ്ങ് കുഴിക്കുന്നവർ നഹ്നുല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖൈന അബദ എന്ന് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടിയതിനോട് മറുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രീതിപ്പെടുത്തും വിധം പാടി നഹ്നുല്ലദീന ബായഉ മുഹമ്മദ, ഞങ്ങളാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്തവർ, അലൽ ജിഹാദി ജിഹാദിൻ്റെ പേരിൽ, മാ ബഖീന അബദ ഞങ്ങൾ ശേഷിക്കുന്ന കാലം അത്രയും എന്നൊക്കെ പറഞ്ഞ് പാടിയ വിഷയം ഞാൻ പറഞ്ഞ അത്ര മദീനയുടെ ആ സാഹചര്യത്തിൽ വറുതിയിൽ തണുപ്പിൽ വിശപ്പിൽ അവർ കിടങ്ങ് കയറിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ കൂറ് പുലർത്തി വർത്തിച്ചു. ദീനിന് വേണ്ടി അവർ പണിയെടുത്തു. നമ്മൾക്ക് ആലോചിക്കാൻ കഴിയില്ല. പറയുമ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ, ഈ ഖന്തഖ് യുദ്ധം നടക്കുന്നതിന് മുമ്പ് ബനുൽ മുസ്തലഖ് യുദ്ധം നടന്നു, അതിന് മുമ്പ് ദൗമത്ത് ജന്തലിൽ നടന്നു, വേറെയും ചില യുദ്ധങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ഒരു സേവന മനസ്ഥിതി, അതും അതിലേറെ അവരുടേതിലേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനൊക്കെ മുമ്പിലല്ലേ. ഈ കിടങ്ങ് കുഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാറിൽ നല്ല രോമം ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ. ആ രോമത്തെ മൂടുമാറ് മണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാറിലേറ്റു എന്നാണ്. കാരണം ഈ കിടങ്ങ് കുഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാറിലേക്ക് മണ്ണ് വന്ന് വീണിട്ട് രോമങ്ങൾ കണ്ടിരുന്നില്ല എന്നാണ്. അത്ര മണ്ണ് വീണിരുന്നു എന്നാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോടൊപ്പം പങ്കുചേരുകയാണ്. പിന്നെ റസൂലുള്ളാഹിൻ്റെ വയറ്റിൽ കെട്ടിയ കല്ല് കണ്ടിട്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൂടിയിട്ട് പറയുന്നത് റസൂലുള്ള വിശപ്പിലാണ്, എല്ലാവരും വിശപ്പിലാണ്, പക്ഷേ റസൂലുള്ളാഹിൻ്റെത് പ്രത്യേകം അവർ നോട്ട് ചെയ്യാണ്. അങ്ങനെ എന്തെങ്കിലും നിൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള കുറച്ച് ഗോതമ്പ് കാണിച്ചു കൊടുത്തിട്ട് അവർ പറയുന്നത് റസൂലുള്ളാഹിനെ വിളിക്കാൻ. ആ അത്ഭുതമൊക്കെ ആ മുഅ്ജിസത്തൊക്കെ പിന്നെ നടന്നത് നമ്മൾ പറയും വായിക്കണില്ല, അത് നമ്മളന്ന് പറഞ്ഞു പോയതാണ്. ഏതായാലും അതാണ് അവസ്ഥ ഏതിൻ്റെ സമയത്ത്. ഇതൊക്കെ ഈ ഇവരുടെ അവസ്ഥകളുടെ പരശതം പേജുകളിൽ ചില പേജുകൾ നമ്മളിവിടെ ഇങ്ങനെ ഓർക്കുന്നത്. അതാണ് ഈ സന്ദർഭത്തിൽ വിശ്വാസികളുടെ അവസ്ഥ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ എന്ന്. അതുകൊണ്ടാണ് അവർ ഇതിന് യോഗ്യത നേടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ഒരു സഹായത്തെ, കാറ്റിനെ, മലക്കുകളെയൊക്കെ അനുകൂലമാക്കിയിട്ട് അയക്കുകയുണ്ടായത് എന്നുള്ളതാണ്. നമുക്കിത് പിന്നെ അടുത്തതിലെടുക്കാം. ഇത് കുറച്ച് ഇതേപോലെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുള്ള വിഷയമാണ്. വേണമെങ്കിൽ ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഒരു മിനിറ്റ്, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത പേജ് വെക്കാം. ഇത് ജാഊകും മിൻ ഫൗഖിക്കും, ഇത് ജാഊ ഈ സൈന്യങ്ങൾ ഇത് ജാഊക്കും നിങ്ങൾക്ക് നേരെ വന്നു. ഇത് ജാഊക്കും അവർ നിങ്ങളുടെ നേരെ വന്ന സമയം എവിടുന്നാണ് വന്നത്? മിൻ ഫൗഖിക്കും നിങ്ങളുടെ മുകളിൽ നിന്ന്, ഒമിൻ അസ്ഫല മിൻകും നിങ്ങളുടെ താഴെ നിന്നും. നിങ്ങൾ ഇവിടെയാണ്, നിങ്ങളുടെ മോൾ ഇവിടെയാണ്, നിങ്ങളുടെ താഴ്ഭാഗം ഇവിടെയാണ്. മുകളിലൂടെയും വന്നു താഴ്ഭാഗത്തിലൂടെയും വന്നു. നമുക്ക് പറയാം അതെങ്ങനെയാണ്, ആരാണ് എന്നുള്ളത്. വഇദ്സാഖത്തിൽ അബ്സാറു, ബസർ അബ്സർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടികൾ. ഇദ്സാഖ് എന്ന് പറഞ്ഞാൽ തെറ്റി. ഇത് വഇദ്സാഖത്തിൽ അബ്സാറു ദൃഷ്ടികൾ തെറ്റുകയും ചെയ്ത സന്ദർഭം, സമയം. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ കൽബുകൾ ഈ ഹഞ്ചറകളിലേക്ക് എത്തുകയും ചെയ്ത സമയം. വതദുന്നൂന ബില്ലാ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നു. അബ്ദുനൂന ചില വിചാരങ്ങൾ, ഊഹങ്ങൾ ഒക്കെ നമുക്ക് വിശദീകരിക്കേണ്ട ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെ ഇതിൻ്റെ തുടർച്ച പറയുന്നതോടൊപ്പം ഇത് പറയാം. ബിഇദ്നില്ലാഹ്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന്
ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.